ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഒരു മാങ്ങ അച്ചാറാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് ഇവിടെ. അതിന് 3 കിളിമൂകൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തൊലി കട്ടിയുള്ളത് കൊണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് നൈസായിട്ട് കഴിഞ്ഞിട്ട് നമുക്കതിന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ വറ്റൽമുളക് ഒരു 15 എണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തീയിൽ ചുട്ടെടുക്കണം. ഒരു ഇറുക്കല കുത്തിയിട്ട് അടുപ്പിൽ കാട്ടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്യാസിൽ ചുട്ടെടുക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം, അധികം കളർ പോകാത്ത പോലെ. ഇത് നിറം മാറിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് നല്ല തന്നെയായിരിക്കും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഞാൻ ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ഈ മുളകിനെ ഒന്ന് ചുട്ടെടുക്കുകയും ചെയ്തിട്ട് വരാം. ചുട്ടെടുത്ത മുളകിനെയൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ പൊടിക്കണം. അത് അപ്പോഴേക്കും നല്ല ഫ്രൈ പോലെ ആയിട്ടുണ്ടാവും. കൈ കൊണ്ട് പൊടിച്ച് ഈ മാങ്ങയിലേക്ക് ചേർക്കണം. നിങ്ങളിത് ചീനച്ചട്ടിയിലാണെങ്കിൽ ചുട്ടെടുക്കണമെങ്കിൽ എണ്ണ ചേർക്കാൻ പാടില്ല. എണ്ണ ഇല്ലാണ്ട് തന്നെ ഈ മുളകിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലേശം കറുപ്പ് കളറാവണ പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മുളക് ഇങ്ങനെ കിടക്കുന്നത് കഷ്ണം കഷ്ണമായി കിടന്നാലും കുഴപ്പമില്ല, അത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കണം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. വെളിച്ചെണ്ണ ചേർത്തി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ റെഡിയായി. കാഴ്ചയ്ക്ക് കളറൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അന്ന് ഞാൻ വേറൊരു സിമ്പിളായിട്ടൊരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.